ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. അപ്പം ഞാനൊരു പുതിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയായിരുന്നു. അപ്പം നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഗപ്പിയുടെ വീഡിയോസ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം പുതിയൊരു പ്ലാറ്റിനം ഷോർട്ട് ബോഡി ബിഗ് ഇയർ എന്ന് പറയുന്നൊരു പുതിയ മോഡൽ ഗപ്പീനെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്ന് കൊറിയർ നമുക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ലൈറ്റിൻ്റെ കൊറിയർ നമുക്ക് ഇന്നത് വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ കൊറിയർ ഞാനത് അൺബോക്സ് ചെയ്തു. അപ്പം അതിനെ ആ വെള്ളവുമായിട്ടൊന്ന് കണ്ടീഷനാക്കി വെള്ളത്തിലേക്ക് നമ്മുടെ ടാങ്കിലേക്ക് വിടുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം വീഡിയോ കാണുന്ന എല്ലാവരുടെയും സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം അതൊരു ജസ്റ്റ് ഒരു ഹോബി ആയിട്ട് ഞാൻ തുടങ്ങിയതാണ്. പിന്നെ എനിക്ക് തോന്നി ഇതിനകത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് റിട്ടേൺ കിട്ടും. കാരണം എല്ലാവരും ചെയ്യുന്നത് കണ്ടപ്പോഴത്തേക്കും എനിക്കും അങ്ങനെ ഒരു ചാൻസ് കിട്ടി, വിൽപ്പനയ്ക്ക് ഒരു ചാൻസ് കിട്ടി. അങ്ങനെ ഞാനും കുറേ മീനുകളെയൊക്കെ വിറ്റു, കുറച്ച് കാശൊക്കെ കിട്ടി. അപ്പോൾ എനിക്കും തോന്നി നല്ലൊരു ഇടപാടാണ്. അതുകൊണ്ട് നമുക്കിത് മുന്നോട്ട് ചെയ്തേക്കാം, വീട്ടിൽ നിൽക്കുന്ന അത്രയും കാലം മുന്നോട്ട് ചെയ്തേക്കാം എന്നൊരു പ്ലാനുണ്ട്. അപ്പോൾ ഒരു പാർട്ട് ടൈം ജോലി പോലെ ഞാനിതിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പം നമ്മളിന്ന് എടുത്തേക്കുന്ന പ്ലാറ്റിനം ഷോർട്ട് ബോഡി ബിഗ് ഇയർ എന്ന് പറയുന്ന പുതിയ മോഡലിനെ ടാങ്കിലേക്ക് വിടുന്ന വീഡിയോ കാണാം. ശരി. അപ്പം നമുക്ക് നിലവിൽ കൊറിയർ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് മീനുകളെ നമുക്ക് വെള്ളവുമായിട്ട് കണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിടാം. അതായത് ആ വാട്ടറിൻ്റെ ടെമ്പറേച്ചറുമായിട്ട് നമുക്കിപ്പം വരുന്ന ഈ മീനുകളുടെ വെള്ളത്തിൽ കിടക്കുന്ന ആ ടെമ്പറേച്ചർ നമ്മുടെ വെള്ളവുമായിട്ടുള്ള ടെമ്പറേച്ചറുമായിട്ട് അത് ജോയിൻ്റ് ആണ്, അത് അഡ്ജസ്റ്റ് ആവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ മീനുകൾക്കും വലിയ പ്രശ്നം വരില്ല. വേഗം ടെമ്പറേച്ചർ വ്യത്യാസം വരുമ്പോഴത്തേക്കുള്ളൊരു ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഇഷ്യൂ മീനുകൾക്കും വരുന്നില്ല. അത് നമുക്കും അത് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫൈഡ്, മീൻ നല്ല രീതിയിൽ ടാങ്കിനകത്തോടെ നീന്തി നടക്കുന്ന കാണുമ്പോൾ നമുക്കും അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. അപ്പം ഇതാണ് എൻ്റെ ഒരു സൈഡ് ടാങ്ക്. ഇപ്പം എനിക്ക് വേറെയും ടാങ്കുകളുണ്ട്. ഇപ്പം ഞാൻ പേരൻസിനെ ബ്രൂഡ് സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്ന എപ്പോഴും ഇങ്ങനെയുള്ള ടാങ്കുകളിലാണ്. നമുക്ക് ഈ ടാങ്കിലേക്കാണ് ഇപ്പം നിലവിൽ അതിനെ വിടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഈ റിങ് ടാങ്കിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പായൽ കണ്ടമാനം വളരും. ശരിക്കും തിക്കായിട്ട് വളരുന്നൊരു പായലാണ് ഇത് അസോളയും പിന്നെ വേറെ എന്തെങ്കിലും കൂടെ കിടക്കുന്നതിൻ്റെ പേരെനിക്കറിയത്തില്ല. അസോളയും വേറൊരു ടൈപ്പ് പായലുമാണ്. അപ്പോൾ ഇത് ശരിക്കും തിക്കായിട്ട് വളർന്നു കഴിഞ്ഞാൽ നമുക്കിതിന് തീറ്റ ഇട്ട് കൊടുക്കാനുള്ളൊരു ഒരു സ്പേസ് നമുക്ക് കിട്ടത്തില്ല. ഗപ്പികൾക്ക് തീറ്റ എടുക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് റിങ് ഇട്ടേക്കുന്നത്. റിങ്ങിന് അപ്പുറത്തേക്ക് പായലൊന്നും വരത്തില്ല. അപ്പോൾ ഞാൻ എന്തായാലും മീനുകളെ ആ വെള്ളവുമായിട്ട് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ ജസ്റ്റ് വെള്ളത്തിലേക്ക് ഇറക്കി വിട്ടേക്കുക. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇപ്പോൾ സമയം ഉച്ച ഏറെക്കുറെ 1:30 ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതിനകത്തേക്ക് ഓപ്പൺ ചെയ്തിടാം. അപ്പം വേറൊരു കാര്യം കൂടെ ഉണ്ട്. ചാനൽ കാണുന്ന എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം നിങ്ങളുടെയൊക്കെ ഒരു ഇതുണ്ടെങ്കിൽ എനിക്ക് ഇനിയും വീഡിയോസ് ചെയ്യാനും ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യാനും അപ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും പറ്റുള്ളൂ. ബാക്കി ഇനിയും ഗപ്പീസിൻ്റെയും നമുക്ക് സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റു സാധനങ്ങളുടെയൊക്കെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ചാനലിലേക്ക് പുതിയ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പം ഇപ്പോൾ ഏറെക്കുറെ ഒരു 10 മിനിറ്റ് അടുത്തായിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനെ ടാങ്കിലേക്ക് വിടുന്നൊരു വീഡിയോ കാണാം. പാക്കറ്റിനകത്ത് അധികം വെള്ളമൊന്നുമില്ല. അപ്പം ഇത്രയും വെള്ളം ഈ വെള്ളമായിട്ട് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ആകാൻ ഈ ഒരു ടൈം മതി. അപ്പം നമുക്ക് അതിൻ്റെ ആ വീഡിയോ കാണാം. ഇതിനകത്ത് ഇപ്പം നമ്മൾ വിടാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫീമെയിലാണ്. ഫീമെയിൽസിനെ ഇത് പൊട്ടിക്കണമെങ്കിൽ ഒരു മിനിറ്റ് വെള്ളത്തിൽ പോയത് കാണാൻ ഉദ്ദേശിക്കുന്നു. അപ്പം നമുക്ക് ഈ പാക്കറ്റ് പൊട്ടിക്കണമെങ്കിൽ പാടാം. ഫീമെയിൽസിനെ നമ്മൾ സെപ്പറേറ്റ് ഈ ടാങ്കിലേക്ക് തന്നെ ഡയറക്റ്റ് വിടാൻ പോവുക. എന്താണോ ഇതെന്ത് കേട്ടോ, നമ്മൾ ഈ കൊറിയർ എടുത്തത് ഗ്രൂപ്പിൽ കണ്ട ഒരാളുടെ കയ്യിൽ കേട്ടോ. ഇതിൻ്റെ പെയറിന് എനിക്ക് റേറ്റ് അയക്കുന്നത് ഇപ്പം നിലവിൽ പെയറിന് 300. ഞാനൊരു ട്രയോ എടുത്തേക്കുന്നത്. നമുക്കെപ്പോഴും ബ്രീഡിങ് ഒരു ട്രയോടെ ആവശ്യമുള്ളൂ. അത് നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത ക്വാണ്ടിറ്റിയിൽ കുഞ്ഞുങ്ങളെയും കിട്ടും.
കൊറോണ ടൈമിൽ ഞാൻ കാണിച്ചിരിക്കുന്ന ആരും കടിച്ചൊന്നും അഴിക്കരുത് കേട്ടോ, പ്രശ്നമാണ്. ഞാൻ പിന്നെ വേറെ നിർവാഹം ഇല്ലാത്തതുകൊണ്ട് ചെയ്യുക. വായിക്കാത്തിട്ട് സാനിറ്റൈസർ ഒഴിക്കാനും പറ്റില്ലല്ലോ. പാക്കറ്റ്സൊക്കെ നമുക്ക് ആവശ്യം വരും. നമ്മൾ തീരെ ചിലവ് കുറച്ചുള്ള പരിപാടിയാണ്. പാക്കറ്റ്സൊക്കെ നമ്മൾ വീണ്ടും ഇതിനകത്ത് തന്നെയാണ് ഇവിടെ നിന്നുള്ള സെയിലും ഞാൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ എത്ര ഇത് ഫീമെയിലാണോ? ഇതുവരെ ടാങ്കിനകത്തേക്ക് ചാടിയിട്ടില്ല. പതുക്കെ ഇങ്ങനെ ചാടിച്ചിടാം, ഇല്ല നമ്മുടെ സമയം പോകും. നമ്മളിങ്ങനെ ഇതിനെ ഇറക്കി വിടുന്നതിന് മുമ്പ് നമ്മൾ ടാങ്കിലൊരു കുറച്ച് വെള്ളം ഇതിനകത്തേക്ക് തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇതിനകത്തില്ലേ, ചാടിപ്പോയോ? കാണുന്നില്ലല്ലോ, ചാടിപ്പോയെന്ന് തോന്നുന്നു. ഇതെല്ലാം 2 ഫീമെയിലും ഉണ്ട്. നമുക്ക് ആകുന്നതുവരെ നമുക്ക് മെയിലിനെ സെപ്പറേറ്റ് തന്നെ നിർത്തണം. മെയിലിനെ സെപ്പറേറ്റ് നിർത്താനായിട്ട് ഞാൻ ഒരു ബ്രീഡിംഗ് കേജാണ് ഇപ്പോൾ യൂസ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുന്നു. വേറെ ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. നിലവിൽ കിടക്കുന്ന ആ ഒരു വെള്ളവുമായിട്ട് കോണ്ടാക്റ്റ് ഉള്ള രീതിയിൽ തന്നെ നമുക്ക് മെയിലിനെ ഇറക്കി വിടാം. നോക്കട്ടെ പിടിക്കാൻ പറ്റുമോ. അപ്പോൾ അവനെ ഡിസ്റ്റർബ് ചെയ്യുന്നതിൽ എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്ന് പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പം കുഴപ്പമില്ല, നല്ല ഒരു ക്വാളിറ്റി ഉണ്ട്. പ്ലാറ്റിനം അതിൻ്റെ മോൾ ഭാഗത്തിൽ കുറച്ച് പ്ലാറ്റിനം കയറാനുണ്ട്. പിന്നെ ഇത് ജൂനിയർ സൈസ് ആയതുകൊണ്ടായിരിക്കും. കുറച്ചും കൂടെയൊക്കെ വളർന്നു കഴിയുമ്പോഴത്തേക്കും ഫുൾ പ്ലാറ്റിനം ബോഡി ആകുമെന്ന് വിശ്വസിക്കുന്നു. ഇയർ ക്വാളിറ്റി കുഴപ്പമില്ല, നല്ല പക്കയായിട്ട് തന്നെ ഉണ്ട്. നമുക്ക് ടാങ്കിലേക്ക് വിട്ടേക്കാം, അധികം സ്ട്രെയിൻ കൊടുക്കണ്ട. ഒരു പുതിയ വീട്ടിലെ ഒന്ന് ചുറ്റും നടന്ന് കാണാനുള്ള പരിപാടിയൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് തിരിച്ച് നമ്മുടെ കുളം വീണ്ടും പഴയതുപോലെ തന്നെ മൂടണം. ഒരു കൈ കൊണ്ട് ഇത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതും ചെയ്യാതെ പോകാൻ എനിക്ക് പറ്റത്തില്ല. അപ്പം നമ്മൾ മീനുകളെല്ലാം ടാങ്കിൽ വിട്ടു. അപ്പോൾ ഇനിയും നമ്മൾ പുതിയ പെയറൊക്കെ എടുക്കുന്നുണ്ട്. ഇപ്പം നിലവിൽ നമുക്ക് ടാങ്ക് ഫ്രീ ആയാൽ മാത്രമേ ഇനിയും പുതിയ പെയർ എടുക്കാനും അതിൻ്റെ കുഞ്ഞുങ്ങളെ ആക്കാനും അതിനെ കീപ്പ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. നിലവിൽ കിടക്കുന്നത് ഒരു 2-3 ടൈപ്പ് നമുക്ക് സെയിലിനായി കിടപ്പുണ്ട്. അത് സെയിൽ ചെയ്ത് തീർന്നാലേ നമുക്ക് അടുത്തതിലേക്ക് നോക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഗപ്പീസ് മാത്രമല്ല, എനിക്ക് റാബിറ്റ്സ് ഉണ്ട്, ലവ് ബേർഡ്സ് ഉണ്ട്, പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പം നമുക്ക് ഈ ചാനലൊക്കെ ഒന്ന് സെറ്റാവുകയാണെന്നുണ്ടെങ്കിൽ തുടർന്ന് ബാക്കി വീഡിയോ ചെയ്യാവുന്നതാണ്. ചെയ്യുന്നതിനൊരു കുഴപ്പമില്ല. പിന്നെ നിങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ എനിക്കിതൊരു ഇതിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്.
ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ. ഇതിപ്പോൾ ഞാൻ പറയണ്ടല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.